Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. അപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻസിലും നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് ആക്ച്വലി ഓപ്ഷന് പിക്ക് ചെയ്യാൻ പറ്റും, അതോടൊപ്പം അതിൽ ഒരു കറക്റ്റായിട്ട് എൻട്രി എടുക്കുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ ആക്ച്വലി കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം വരെ ഹോൾഡ് ചെയ്യാം, നമ്മൾ ആക്ച്വലി എപ്പോഴും സ്ട്രൈക്ക് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രൈക്കിന് ചാർട്ട് ഡയറക്റ്റ് ഇല്ലാതെ തന്നെ സ്റ്റോക്കിന് ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഏത് സ്റ്റോക്കിലൊക്കെ ഓപ്ഷൻ എടുക്കാം, അപ്പോൾ വലിയ മാർജിൻ ഇല്ലാതെ, അതായത് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾക്ക് സ്റ്റോക്ക് ഓപ്ഷനിലൂടെയും നേടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതോടൊപ്പം എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാമെന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഒരു കൺസിസ്റ്റൻറ്റ്, അതായത് ട്രേഡിങ്ങിലൂടെ ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ആക്ച്വലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം, ഏത് പോയിന്റ് ചെയ്യണം, അപ്പം നമുക്ക് മാക്സിമം നമുക്ക് ഹോൾഡ് എവിടം വരെ ചെയ്ത് വെക്കാൻ പറ്റുമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ മൂവ്മെൻറ്റ് ഇല്ലാത്ത മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല. രാവിലെയൊക്കെ മാർക്കറ്റ് വളരെ വോളറ്റൈലാണെന്ന് മാത്രമല്ല നമുക്ക് ആക്ച്വലി വലിയ ട്രേഡ് ചെയ്യാനുള്ള ഒരു പ്രോഫിറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലത്തെ മാർക്കറ്റിലൊക്കെ നമുക്ക് സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആക്ച്വലി നിഫ്റ്റിക്ക് ഇന്നലെ വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ പോയിട്ട് രാവിലെ ഒരു ട്രെൻഡ് ഇല്ലാതെ തുടങ്ങി ഒരു ക്ലോസിങ്ങിന് ശേഷമാണ് നമുക്ക് ആക്ച്വലി നമുക്ക് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴ്ത്തിറങ്ങി. അപ്പോൾ ലാസ്റ്റത്തെ ആ മൊമെൻറ്റ് മാത്രമാണ് നമുക്ക് ആക്ച്വലി മൂവ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് മാർക്കറ്റിലൊക്കെ രാവിലെ ഒരു നല്ലൊരു ട്രേഡ് നമുക്ക് സ്റ്റോക്ക് ഓപ്ഷനിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇന്നത്തെ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിന് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ എസ്കോട്ട് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഡിക്സൺ എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് പിന്നെയും ഡൗണിൽ ഒരു 111 പോയിന്റോളം നമുക്ക് ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ ബജാജ് ഫിൻസർവ് നല്ലൊരു ബൈ ട്രെൻഡ്, പിന്നെ മാരുതിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബൈ ഉണ്ടായിരുന്നു, സെല്ലും ഉണ്ടായിരുന്നു. ഇതല്ലാതെ റിലയൻസിനുണ്ടായിരുന്നു നല്ല മൂവ്മെൻറ്റ്, പിന്നെ അതേപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല സ്റ്റോക്കിൽ നമുക്ക് പെട്ടെന്ന് മൂവ്മെൻറ്റ്, പിന്നെ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അതേപോലുള്ള സ്റ്റോക്കുകൾക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടിയ സ്റ്റോക്ക് ഓപ്ഷനിൽ നല്ലൊരു ട്രേഡ് നമുക്ക് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ അപ്പോളോ ഹോസ്പിറ്റലിൽ നോക്കിയാൽ കാണാം, അടിച്ചു കയറിയതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചിറങ്ങുകയും ചെയ്തു. അത്രയും നമുക്ക് നല്ലൊരു പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ് അടിച്ച് മാർക്കറ്റ് ഇപ്പോഴും താഴ്ത്തിറങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ആക്ച്വലി ഏത് സ്റ്റോക്കുകളൊക്കെ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതേപോലെ ഓപ്ഷൻ നമുക്ക് സ്റ്റോക്ക് ഓപ്ഷനിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ഗൈഡ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്കൊരു ലൈവ് ഡെമോൺസ്ട്രേഷനായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ഫ്രീ ലൈവ് ഡെമോ, 1 ഡേ ഫ്രീ ലൈവ് ഡെമോ നമ്മുടെ സോഫ്റ്റ്വെയർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും ടെസ്റ്റിമോണിയൽസും എൻ്റെ കോൺടാക്ട് നമ്പറും നമുക്ക് ഈ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വാട്സപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, 8139039994. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. അപ്പോൾ വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അറിയാൻ പറ്റും. ടോട്ടൽ 8 സ്ട്രാറ്റജികളാണുള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ആക്ച്വലി കറക്റ്റായിട്ടൊരു എൻട്രിയും എക്സിറ്റും എത്രത്തോളം ഹോൾഡ് ചെയ്ത് വയ്ക്കാം, ഹ്യൂജ് പ്രോഫിറ്റൊക്കെ എടുക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന ഇതാണ്. അപ്പം ഞാൻ ഈ പറയുന്ന സ്റ്റോക്കിലൊക്കെ ഈ ഡിക്സൺ, അതേപോലെ ടാറ്റ മോട്ടോഴ്സ്, എൻ്റെ സ്റ്റോക്ക് ലിസ്റ്റ് നിങ്ങൾ എപ്പോഴും നോക്കിയാൽ എൻ്റെ സ്റ്റോക്ക് ലിസ്റ്റ് ഒരു 20 സ്റ്റോക്കുകൾ മിനിമം നമുക്ക് ഡെയിലി ഒരു വോളിയം തരുന്ന സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പോൾ അഡാനി പോർട്സ്, എൻ്റർപ്രൈസ്, മാരുതി, അതേപോലെ LNT, ഇൻഫി, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ ലിവർ, ഭാരതി എയർടെൽ, പിന്നെ ഡിക്സൺ, പെർസിസ്റ്റൻ്റ്, ഇതേപോലത്തെ കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ എന്നും ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽസ് അതിന് ഡയറക്റ്റായിട്ട് വോളിയം വരുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ നമുക്ക് കുറേ നേരം കാത്തിരിക്കേണ്ട ആവശ്യമില്ല, മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് എടുത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളൊക്കെയാണിത്. അപ്പോൾ അതിൽ ഞാൻ ഈ പറയുന്ന 20 സ്റ്റോക്കിൽ നമുക്ക് ഡെയിലി മോർണിംഗിൽ വോളിയം വരുന്ന സ്റ്റോക്കുകൾ നമ്മുടെ സ്കാനർ തന്നെ. അപ്പോൾ നമുക്ക് ആക്ച്വലി മാർക്കറ്റിൻ്റെ കറണ്ട് ഇപ്പോഴത്തെ ബയേഴ്സും സെല്ലേഴ്സും അല്ല നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റിൽ, അത് റിയൽ ടൈം ഡേറ്റാ ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ കറണ്ട് സ്റ്റോക്കുകളിൽ ഏത് സ്റ്റോക്കുകളിലാണ് നല്ല വോളിയം ഉള്ളത്, ഏത് സ്റ്റോക്കിലാണ് നമുക്ക് ആക്ച്വലി നല്ല വോളിയം ഇല്ലാത്തത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ സ്കാനർ മാത്രം മതി. അതായത് മാർക്കറ്റ് ലൈവിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് ഈ ആരോസ്, ഈ ആരോ കൺഫർമേഷൻ നമുക്ക് കളർ കോമ്പിനേഷൻ നമുക്ക് കാണിച്ചിരുന്നു, സ്ട്രോങ് ബൈ ആണ്, സ്ട്രോങ് സെല്ലാണ്. ഇപ്പോൾ ഇതിനകത്ത് ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ 3 ഗ്രീൻ ഉണ്ട്, അപ്പോൾ നല്ല സ്ട്രോങ് ബൈ ആണ്. അതേപോലെ GBP USDയിൽ 3 ഗ്രീൻ ഉണ്ട്, നല്ല സ്ട്രോങ് ബൈ ആണ്. സിൽവറിൽ നല്ല സ്ട്രോങ് ബൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ബൈ ഉള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ അത് നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു ബൈ ഉണ്ടായിരുന്നു, പിന്നെ അഗെയിൻ സെൽ, പിന്നെ ഇപ്പോഴും തന്നെ പിന്നെയും ബൈയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് അടിച്ചു കയറി 66 പോയിന്റോളം കയറി നിൽക്കുകയാണ് ഇപ്പം. അത് ആ പോയിന്റ് തന്നെ ഇപ്പോൾ സിഗ്നൽസ് വന്നതേ ഉള്ളൂ.
അപ്പോൾ ആ പോയിന്റ് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് അവിടെ എടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാനർ സെറ്റ് ചെയ്യുക, വോളിയം സ്റ്റോക്ക് കണ്ടുപിടിക്കുക, ഡയറക്റ്റായിട്ട് നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ കറക്റ്റ് ടൈമിൽ എൻട്രി എടുത്താൽ മാർക്കറ്റ് മൊമെന്റ് കഴിഞ്ഞു പോയിട്ട് ട്രേഡ് എടുത്തിട്ട് ഒരു കാര്യമില്ല. ആ ട്രേഡിനെ കുറിച്ച് ഒരു വിലയില്ല. നമുക്ക് കറക്റ്റ് ആ പോയിന്റ് ബ്രേക്ക്ഔട്ട് പോകുന്ന കിട്ടും. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റി മാർക്കറ്റ് പോലെ നിഫ്റ്റി നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് രാവിലെ ഒരു മൊമെന്റേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് സമയത്താണ് ബ്രേക്ക്ഔട്ട് പോയത്. അപ്പോൾ ആ ബ്രേക്ക്ഔട്ട് പോകുന്ന പോയിന്റ് കിട്ടാൻ നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് മാർക്കറ്റ് റിവേഴ്സ് പോകും. അപ്പോൾ ആ പോയിന്റിൽ നമ്മുടെ സ്കാനറും നമ്മുടെ ആക്ച്വലി അലേർട്ട് സിസ്റ്റം, ഈ അലേർട്ട് സിസ്റ്റത്തിൽ സിഗ്നൽസ് വരുന്നതും ബ്രേക്ക്ഔട്ട് പോകുന്നതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ട് അപ്പോൾ അതേപോലെ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം നമുക്ക് ചാർട്ടിന് മുന്നിലിരിക്കാതെ എളുപ്പം പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. ഫസ്റ്റ് ഡിക്സൻ്റെ കാണിച്ചുതരാം. അപ്പോൾ ഡിക്സൺ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ഇവിടെ കാണാം. ഇതിനൊരു സെൽ സിഗ്നൽ കൊടുത്തത് അപ്രോക്സിമേറ്റ് 9.24 എൻട്രി പോയിന്റ് ഉണ്ട്, ടാർഗറ്റ്സ് ഉണ്ട്, 3 ടാർഗറ്റ് ഉണ്ട്. ഫസ്റ്റിൽ എക്സിറ്റ് ചെയ്യാം, സെക്കൻഡ്, തേർഡ്. അപ്പം നിങ്ങളുടെ ചോയ്സ് ആണ്. അതല്ല നമുക്ക് 3 ടാർഗറ്റ് മേടിച്ചിട്ട് പിന്നെയും ചില സമയത്ത് മാർക്കറ്റ് വൺ സൈഡ് മൊമെന്റ് പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുപോലത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് എത്താനും പറ്റും. അപ്പോൾ ഇപ്പം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും സെല്ല് ആക്ച്വലി 9.24 എൻട്രി പോയിന്റ് ടാർഗറ്റ്സ് നിന്ന്. പക്ഷേ സെല്ല് വന്നു കഴിഞ്ഞാൽ നേരിട്ട് സെല്ല് വന്നു ഡയറക്റ്റ് കയറി എടുത്ത് അങ്ങനെയല്ല സോഫ്റ്റ് പറയുന്നത്. സോഫ്റ്റ് പറയുന്ന ഒരു 3 ലെവൽ കൺഫർമേഷൻസ് നമുക്ക് എപ്പോഴും ഫോളോ അപ്പ് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്താൽ മതിയാവും. അതിന് നിങ്ങൾ ആക്ച്വലി കളർ കോമ്പിനേഷൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബാർ ചാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഈ ലേറ്റസ്റ്റ് വേർഷൻ 8.1 നമ്മൾ കൊടുത്തിരിക്കുന്ന ആക്ച്വലി കളർ കോമ്പിനേഷൻ ആണ്. സെല്ല് വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ റെഡ് ആവണം, താഴെ ഈ കൺഫർമേഷൻ ബാർ ചെറിയ ഈ ലൈൻ വൈസ് ഈ ബാർ കളർ കൺഫർമേഷൻ ബാർ റെഡിലേക്ക് വരണം. അപ്പോൾ ഇവിടെ സെല്ല് വന്നപ്പോൾ അവിടെ ഗ്രീൻ ആയിരുന്നു, അപ്പോൾ അവിടെ റെഡ് ആയിട്ടില്ല, ഇവിടുന്ന് റെഡ് വന്നു. അപ്പോൾ അത് ഇന്ന് റെഡ് വന്നപ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി പിന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻ നോക്കുകയാണെങ്കിൽ 5029 ആണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ പുട്ട് എടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റിന് അറ്റ് മണി ആണെന്നുണ്ടെങ്കിൽ 5000 എടുക്കാം, ഇന്ത മണിയിലേക്കാണ് 5100 എടുക്കാം. നമുക്ക് ടാർഗറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 36ന് 24 ആണ് ഫസ്റ്റ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് 10 പോയിന്റ്സിന് എടുത്ത് ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി അതിൻ്റെ SL ഇപ്പോൾ 10 പോയിന്റ്സ് വെക്കുമ്പോൾ അതിൻ്റെ ഡബിൾ നമുക്ക് ആക്ച്വലി SL കൊടുക്കണം. അപ്പോൾ ഡബിൾ കൊടുത്തിട്ട് നമുക്ക് ആക്ച്വലി കറക്റ്റായിട്ട് അതേപോലെ ട്രേഡ് ചെയ്യാം. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഡൗൺ ആവുന്നുള്ള പുട്ട് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡൗൺ തിരിച്ച് റിവേഴ്സ് ഇവിടെ പോയി കഴിഞ്ഞാൽ മാത്രം ഓപ്ഷൻ കട്ട് ചെയ്താൽ മതി, അല്ല നമുക്ക് ഹോൾഡ് ചെയ്യാം. ഈ മെത്തേഡ് നിങ്ങൾക്ക് ഏത് മാർക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ പ്രീമിയം ചാർട്ട് തന്നെ നിങ്ങൾക്ക് വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എടുക്കേണ്ട ഏത് ഓപ്ഷനാണ് അറ്റ് ദ മണി, ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, നിങ്ങളുടെ മാർജിൻ്റെ കയ്യിലുള്ള ഏത് ഓപ്ഷനാണോ അതെടുത്ത് പോവുക. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് നമുക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഡിക്സൺ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെൻ്റ് ആണ്. സെയിം നമുക്ക് മാരുതിയുടെ നോക്കണം. മാരുതി നല്ലൊരു വോളറ്റിലിറ്റി ഉള്ള സ്റ്റോക്കാണ്, ഡെയിലി നല്ലൊരു പ്രോഫിറ്റ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റത്തെ സെല്ല് തന്നെ നമുക്ക് നല്ലൊരു 2 ടാർഗറ്റ് അടിച്ച് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ല് വന്ന് അപ്രോക്സിമേറ്റ് നമുക്ക് ഏത് റേറ്റിനാണെന്ന് മോളിൽ കൊടുത്തിട്ടുണ്ട് 10,550. അപ്പോൾ അതിൻ്റെ സെല്ല് വന്നതിനനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോഴത്തെ റേറ്റ് ഏതാണോ അതിന് 100 പോയിന്റ് മുന്നിലേക്ക് എടുക്കുക. അത് ഇന്ത മണി ഇപ്പോൾ 10,550 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 എടുക്കണേ 50, 100 എടുക്കണേ 100, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. 550 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി 650 എടുക്കാം, അല്ലെങ്കിൽ 500 എടുക്കാം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ പിന്നിലേക്ക് എടുക്കാം, 400 വരെ എടുക്കാം. നമ്മുടെ കയ്യിലെ മാർജിൻ ഏതാണോ അത് എടുക്കുക. മാക്സിമം അറ്റ് ദ മണി, ഇൻ ദ മണി എടുക്കാൻ ശ്രമിക്കുക. ഔട്ട് ഓഫ് ദ മണി എടുക്കരുതെന്നല്ല, പക്ഷേ മാർക്കറ്റ് റേഞ്ച് ആണെങ്കിൽ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് കിട്ടത്തില്ല. അപ്പോൾ ചെറിയ പോയിന്റ് എടുത്ത് ലോട്ട് കൂട്ടണം. അപ്പോൾ അതിന് സാഹചര്യം അനുസരിച്ച് മാറ്റി മറിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അത് കൂടുതലായിട്ട് ഞാൻ ലൈവിൽ ഗൈഡ് ചെയ്ത് തരാം എങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ് വർക്കൗട്ട് ആവുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എസ്കോട്ട് നോക്കി ബൈ ട്രെൻഡും ഉണ്ടായിരുന്നു, സെൽ ട്രെൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സ്റ്റോക്കാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതിൽ കറക്റ്റായിട്ടൊരു മൊമെൻറ്റ് കിട്ടിയിരുന്നു. ഇതിനും നമുക്ക് നല്ല രീതിയിൽ പാസ് പെർഫോമൻസ് നമുക്ക് തരുന്ന സ്റ്റോക്കാണ്. അപ്പം മൊമെൻറ്റ് വരാറുണ്ട് രാവിലെ തന്നെ. അപ്പം നമുക്ക് സൈഡ് വേസ് ആണെങ്കിൽ വന്നിട്ട് ട്രെൻഡ് എടുക്കണ്ട, പക്ഷേ എന്നാലും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്റ്റോക്കാണ് ഈ എസ്കോട്ട് എന്ന് പറയുന്നത്. ഇതും ഒരെണ്ണം വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൽ സെല്ല് വരുമ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഈ സിഗ്നൽസ് വരുമ്പോൾ ക്യാൻഡിൽ കളർ ഗ്രീൻ ആവണം, താഴെ ഗ്രീൻ വന്ന് വൈസോണും വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടുന്ന് നമുക്ക് നേരെ എടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹൈക്കിൽ അടിച്ചിറങ്ങിയതാണ്, പക്ഷേ അവിടുന്ന് താഴെ എത്തിയതിനു ശേഷം കൺഫർമേഷൻ തന്നു. അപ്പോൾ ഇതുപോലത്തെ സിഗ്നൽസ് നമ്മൾ താഴെ എത്തിക്കേണ്ട പിടിക്കാൻ നിൽക്കരുത്. അവിടെ എടുക്കുകയാണെങ്കിൽ സ്കാൽപ്പിങ്ങിൽ നേരത്തെ എടുക്കണം കളർ ചേഞ്ച് വരുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുൾ ബാക്ക് വന്നിട്ട് തിരിച്ച് ബ്രേക്കൗട്ട് പോകുന്ന പോർഷനിൽ മാത്രം എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്കൗട്ട് ആവുന്നു എന്നുള്ളതും അതിനകത്ത് നല്ലൊരു എൻട്രി എങ്ങനെ എടുക്കാമെന്നും കാണിച്ചു തരാം.
ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ബജാജ് ഫിൻസർവിനും മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ലേറ്റസ്റ്റ് 11:39 വന്ന ബൈ നല്ല രീതിയിൽ അടിച്ചു കയറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ മാരുതിക്കും നല്ലൊരു മൊമെൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ നിഫ്റ്റിക്കും ലാസ്റ്റ് നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ സ്ട്രൈക്കിൻ്റെ, അതായത് ഇൻഡെക്സ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്കിൽ വ്യൂവിൽ പോയി സിമ്പിൾസിൽ പോയാലും സ്ട്രൈക്ക് ഡയറക്റ്റായിട്ട് കോളാണെങ്കിലും പുട്ടാണെങ്കിലും മന്ത്ലിയും വീക്ക്ലി ഓപ്ഷൻ ഏതാണെങ്കിലും നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി ഓപ്ഷനും 3 ചാർട്ട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 20,160 ആണ്. അപ്പോൾ 20,200 300 പുട്ട് എടുക്കുക. അപ്പോൾ വ്യൂവിൽ പോയി സിമ്പിൾസിൽ പോയിട്ട് നമുക്ക് ആക്ച്വലി നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് എടുക്കുക. അപ്പോൾ അതിനകത്ത് പുട്ട് ഓപ്ഷൻ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ആഡ് ചെയ്തിടുക ഡയറക്റ്റായിട്ട്. പുട്ടെന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇപ്പോൾ 300 ആണ്, 300 എന്നുള്ള പുട്ട് ഓപ്ഷൻ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് റൈറ്റിലേക്ക് ചാർട്ട് വിൻഡോ നമുക്ക് 5 മിനിറ്റ്സ് ടെംപ്ലേറ്റിൻ്റെ 8.1 ഓപ്ഷൻസ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് വന്ന ബൈ ആണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് വന്ന ബൈ നന്നായിട്ട് ബ്രേക്ക് ഔട്ട് പോയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. അപ്പം ബൈ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് നിഫ്റ്റി കയറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാമായിരിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് പോർഷൻ എടുത്താമായിരുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ കൺഫേം നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ കയറിയെടുക്കാം. അപ്പോൾ 150 നേരെ അടിച്ച് കയറിയിട്ടുണ്ട്. 79 ഒരു 80 വരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.